പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് പ്രഭാഷക പുസ്തകം 49:15. അവിടെ പൂർവ്വപിതാവായ ജോസഫിനെ കുറിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നത് ഇങ്ങനെയാണ്: ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല, അവൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു. ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല, അവൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു. ജോസഫ് എന്ന വ്യക്തിയെ നമുക്കറിയാലേ. അതായത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായം തുടങ്ങി, അതായത് എന്ത് കാരണത്താൽ അവൻ വെറുക്കപ്പെടുന്നു, പാപം ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട്, അങ്ങനെ ഒരു കാഴ്ചപ്പാട്. അതായത് ദൈവം എന്നെ കാണുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ഒരു അഭിഷേകമാണ്. എന്നെ നാട്ടുകാരല്ല, അല്ലെങ്കിൽ വീട്ടുകാരല്ല, അല്ലെങ്കിൽ എൻ്റെ അധികാരികളല്ല, എന്നെ ദൈവം കാണുന്നുണ്ട്. ഇവരാരും എന്നെ കണ്ടില്ലെങ്കിലും എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട്. ഈ ഒരു ചിന്ത, പ്രിയ സഹോദരങ്ങളെ, ഇത് നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള എല്ലാ പ്രതികൂലങ്ങളും. ദൈവചിന്ത ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിലെ സംഭവം. നമ്മുടെ ദേവാലയത്തിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ബലിയർപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്, എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ജോസഫിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്ന, അല്ലെ ജോസഫിൻ്റെ ഒരു ബോധ്യം ഈ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന്. എൻ്റെ ദൈവം എല്ലാം കാണുന്നുണ്ട്, എൻ്റെ ദൈവം. അതുകൊണ്ടാണ് പറയുന്നത്, അവനെപ്പോലെ ആരും ജനിച്ചിട്ടില്ല. വചനം പറയുന്നത് ആരും ജനിച്ചിട്ടില്ല, അവൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതം, നമ്മുടെ പ്രിയ സഹോദരങ്ങളെ, വിലയിരുത്തപ്പെടുന്നത് എൻ്റെ കർത്താവ് എന്നെ കാണുന്നുണ്ട് എന്ന യഥാർത്ഥ സത്യത്തോട് എത്രമാത്രം ആത്മാർത്ഥത പുലർത്തി നമുക്ക് ജീവിക്കാൻ പറ്റും. മറ്റ് ലോകത്തിലെ ആൾക്കാർ കാണും, അധികാരികൾ കാണും, പ്രിയപ്പെട്ടവർ കാണും, ഇതൊന്നുമല്ല, എൻ്റെ ദൈവം കാണുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തോട് എത്രമാത്രം നമുക്ക് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത പുലർത്താൻ പറ്റുമോ, അത്ര ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇത്തരത്തിലുള്ള ഒരു അനോയിന്റിങ് ജോസഫിൽ വിളങ്ങി നിന്നിരുന്ന ഈ ഒരു അഭിഷേകം നമ്മിലും നിറയാനായിട്ട് സ്വർഗം ഇടവരുത്തട്ടെ. ഇന്ന് നമ്മൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ പേരും സ്വർഗത്തിന്റെ കരുണ വർഷിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.